HM ഇനിഷ്യേഷന് ശേഷം ക്ലാസ് ടീച്ചറിൻ്റെ യൂസറിലേക്ക് പ്രവേശിക്കുക. പ്രവേശിച്ചതിന് ശേഷം ഐ എക്സാം എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐ എക്സാമിലേക്ക് കയറാം. ഐ എക്സാം വെബ്സൈറ്റിൽ ഇടതുഭാഗത്തായിട്ട് പ്രീ എക്സാമിനേഷൻസ് എന്ന് കാണാം. പ്രീ എക്സാമിനേഷൻസിൻ്റെ താഴെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് താഴെ കാൻഡിഡേറ്റ് റെഗുലർ എന്ന് കാണാം. കാൻഡിഡേറ്റ് റെഗുലറിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിലായി അഡ്മിഷൻ നമ്പർ സെർച്ച് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാനാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെയല്ല ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ വലതു ഭാഗത്തായി ആഡ് ന്യൂ കാൻഡിഡേറ്റ് എന്ന് കാണാം. ഈ ആഡ് ന്യൂ കാൻഡിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് ഡേറ്റ ഫ്രം സമ്പൂർണ്ണ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി അതല്ല എങ്കിൽ നോ കൊടുക്കാം. തുടർന്ന് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇതിലെ കാൻഡിഡേറ്റ് ടൈപ്പ് സാധാരണഗതിയിൽ സ്കൂൾ ഗോയിങ് കാൻഡിഡേറ്റ് ആണ്. അത് SGC സ്കൂൾ ഗോയിങ് കാൻഡിഡേറ്റ് എന്ന് കൊടുക്കുക. ഇനി പ്രൈവറ്റ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് HM ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാൻഡിഡേറ്റ് ടൈപ്പ് കൊടുക്കുക. മറ്റ് ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ തന്നെ താഴെ കാണാം. കുട്ടിയുടെ മലയാളം പേരിൻ്റെ ഫീൽഡ് ഒഴിഞ്ഞായിരിക്കും നിൽക്കുക. അത് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കവിടെ പേര് വരുന്നതാണ്. ഇനി അത് കൃത്യമായ പേരല്ല എങ്കിൽ കീബോർഡ് മലയാളം കീബോർഡ് ആക്കിയതിന് ശേഷം മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് ഫിസിക്കൽ സ്റ്റാറ്റസ് എന്നൊരു ചോദ്യമുണ്ട്. അത് സാധാരണഗതിയിൽ എല്ലാ കുട്ടികളും നോർമൽ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും CWSN ആയിട്ട് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്ത് നൽകേണ്ടതുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനമായും നമുക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും സമ്പൂർണ്ണയിൽ നിന്ന് തന്നെ ഇമ്പോർട്ടഡായി വരുന്നതാണ്.